അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഡിവൈസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പള്ളിയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള റിയൽമിയാണ്. മാന്യ കൊണ്ടുള്ള കളിയാണ് ഇവന്മാർ. പേഴ്സണലി എനിക്ക് ഈ ബ്രാൻഡിനോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഇവരുടെ ഡിസൈൻസ് ഇവരുടെ ഇപ്പോൾ വലിയ തിരക്കില്ല. പക്ഷെ പണ്ട് ഇവർ ഒരേ ഡിസൈൻ വെച്ചൊക്കെ തന്നെ 5-6 സീരീസ് ഓഫ് ഫോൺസ് ഇങ്ങനെ ഇറക്കും. പിന്നെ വയറിളകിയ പോലെ ഫോൺസ് ഇവർ ഇറക്കും. ഒരു വർഷം തന്നെ എനിക്ക് തോന്നുന്നു കുറേ ഡിവൈസ് ഇറക്കും. അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ഇറക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഈ ബ്രാൻഡിനോട് അങ്ങനെ വലിയ ഇഷ്ടമില്ല. എന്നാലും ഈ ഒരു 20-25 റേഞ്ചിൽ അവർ അത്യാവശ്യം നല്ല കുറച്ച് ഫോൺസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആദ്യം. അപ്പോൾ ആദ്യത്തെ ഡിവൈസ് റിയൽമി P3 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ, പിന്നെ ഒരു ഡീസൻറ്റ് പ്രൊസസ്സർ വരുന്നുണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പ്, അടിപൊളി ബാറ്ററി ബാക്കപ്പ്, പിന്നെ ബിൽറ്റ് ക്വാളിറ്റി അടിപൊളിയാണ്. മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള ബിൽറ്റൊക്കെ വരുന്നൊരു ഡിവൈസാണ്. പിന്നെ ക്യാമിലേക്ക് വരുമ്പോഴത്തേക്കും ബിലോ ആവറേജ് ആണ്, ശോകമാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയണമെന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരുമാതിരി കൊക്കാച്ചി ഡിസൈനാണ്. ബാക്കൊക്കെ കണ്ടിട്ട് എന്തുവാ ഇതെന്ന് തോന്നിപ്പോയി. പിന്നെ ഇതിന് ഇരുട്ടത്തിങ്ങനെ മിന്നുന്നൊരു മിന്നി എഫക്റ്റ് ഒക്കെ ഉണ്ട്. രാത്രി ഇങ്ങനെ തെളിഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ആവശ്യമില്ലാത്ത സംഭവമാണ്. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. രാത്രി ഫോൺ നമ്മൾ വല്ലയിടത്തും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മിന്നി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് റിയൽമി ഇതിനെ മാർക്കറ്റൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നല്ല കാര്യം UFS 3.1 ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ UFS 3.1 ഉണ്ട്. പക്ഷേ LPDDR4X RAM ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. പെർഫോമൻസിന് റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും അത് പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. അത്യാവശ്യം ഗെയിമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി അല്ല. നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ പിന്നെ സോളിഡ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഡിവൈസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് റിയൽമിയുടെ തന്നെ 13 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിവൈസാണ്. ഇത് ആക്ച്വലി ഒരു 30K റേഞ്ചിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില കുറഞ്ഞൊരു 25 ആ ഒരു ബഡ്ജറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് ഓഫറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 25 താഴെ ഇത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല. ഈ വിലക്ക് കിട്ടാവുന്നൊരു ഓൾറൗണ്ടർ ഡിവൈസാണിത്. ഞാൻ പറയാൻ പോകുന്ന ഡിവൈസുകളിൽ നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന വൺ ഓഫ് ദി ഡിവൈസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സോണിയുടെ തന്നെ LYT 701 അതുപോലെ തന്നെ 600 ഈ 2 സെൻസറാണ് ഇരിക്കുന്നത്. അതിൽ 701 ഐ തിങ്ക് 3x ഒപ്റ്റിക്കലാണ്. പിന്നെ 600 പെരിസ്കോപ്പ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരിസ്കോപ്പ് വെച്ചിട്ട് 120x സൂമൊക്കെ ഉണ്ടെന്നാണ് ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ ഈ 120x സൂമൊക്കെ ജസ്റ്റ് ഒരു ഗിമ്മിക്കാണ്. അതെനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ 7S Gen 2 പ്രൊസസ്സർ ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്ന തരക്കേടില്ലാത്തൊരു പ്രൊസസ്സറാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്നല്ല, തരക്കേടില്ലാത്തൊരു പ്രൊസസ്സറാണ്. നമുക്ക് ഡേ ടു ഡേ നോർമൽ യൂസിനൊന്നും ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഗെയിമിംഗ് ഒക്കെ ഇച്ചിരി ശോകമായിരിക്കും. പിന്നെ സ്റ്റോറേജ് UFS 3.1 വരുന്നുണ്ട്. LPDDR4X RAM ആണ് പറ്റതുപോലെ തന്നെ. പക്ഷേ റിയൽ ലൈഫ് യൂസിലൊന്നും അത് ഒരു പെർഫോമൻസിനൊന്നും ബാധിക്കുന്നില്ല. ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ, ക്യാമറ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. റിയൽമിയുടെ UI ഭയങ്കര ശോകമാണ്. എനിക്കിഷ്ടമല്ലാത്തൊരു UI ആണ്. പിന്നെ ബ്ലോട്ട്വെയർസൊക്കെ നല്ലപോലെ കുത്തി നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അടുത്ത് നമ്മുടെ മോട്ടറോള അപ്പൂപ്പൻ്റെ ഓരോ ഡിവൈസുകളാണ്. അപ്പോൾ മോട്ടോ അപ്പൂപ്പൻ ഈ ഒരു ബഡ്ജറ്റിൽ 2 ഡിവൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് Edge 50 Fusion എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിവൈസാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓൾറൗണ്ടർ ഡിവൈസാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനും ഇൻ ഹാൻഡ് ഫീലുമാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഈ കൊത്തുപണികളും പരിപാടിയൊന്നും ഇതിൻ്റെ ഡിസൈനിലില്ല. നമ്മുടെ ഈ റിയൽമിയുടെ ഡിവൈസുകളിലൊക്കെ കണ്ട പോലെ ആ ഒരു പരിപാടി ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത് LYT 700C എന്ന് പറയുന്ന സെൻസറാണ്. വരുന്ന ഔട്ട്പുട്ട് ഭയങ്കര ഐ പ്ലീസിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. ജസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എടുത്തിടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ UIക്ക് കുഴപ്പങ്ങളുണ്ട്. അതായത് ക്യാമറ UIയിൽ ലാഗ് ഉണ്ട്, സ്റ്റട്ടേഴ്സ് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് മാനേജബിൾ ആണ്. പിന്നെ അതിൻ്റെ പ്രധാന പ്രശ്നം ഇത് ഈ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് വരുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇവർ ഈ 7S Gen 2 ചിപ്സെറ്റ് യൂസ് ചെയ്ത് വെച്ചും 7 Gen 3യും അതുപോലെ 8 Gen സീരീസൊക്കെ വരുന്ന ഇവരുടെ ഫോൺസിൽ യൂസ് ചെയ്തേക്കുന്ന ക്യാമറ സിസ്റ്റം കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് അതാണ് ഇങ്ങനെ സ്റ്റട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടും, നല്ല ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് നല്ല അടിപൊളിയായിട്ട്
തോന്നി. കാരണം 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നൊരു POLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്, കാരണം നല്ല നല്ല വിഷ്വൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ഇതിൽ UFS 2.2 പിന്നെ USB-C ടൈപ്പ് 2.0 ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു പോരായ്മയാണ്. പക്ഷേ ഇത് ഈ ബഡ്ജറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് വരുന്നൊരു ഡിവൈസാണ്. 20,000 പ്രൈസിന് ഈ സാധനം കിട്ടും. മോട്ടോയുടെ അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് എഡ്ജ് 50 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ ഇത് എഡ്ജ് 50 ഫ്യൂഷൻ പോലെ തന്നെ ഒരു ഡിസൈനിലൊക്കെ വരുന്നതാണ്. കർവ്ഡ് ഡിസ്പ്ലേ അല്ല, അപ്പോൾ കർവ്ഡ് വേണ്ടാത്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ വയർലെസ് ചാർജിങ് ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. റിയൽമിയുടെ P3 Pro പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ മിലിറ്ററി ഗ്രേഡഡ് ആയിട്ടുള്ള ആ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ക്യാമറ ഔട്ട് ഫ്യൂഷൻ്റെ ആ ലെവലിലേക്ക് എത്തുന്നില്ല, പക്ഷേ എന്നാലും ഐ പ്ലീസിങ് ആയിട്ടുള്ള നല്ല ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ 7300 ആണ്, അതായത് MediaTekന്റെ Dimensity 7300 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വന്നേക്കുന്നത്. അത് ഈ വിലക്ക് ഒരു മോശം പ്രോസസ്സറൊന്നും അല്ല, നല്ലൊരു പ്രോസസ്സറാണ്. ഒരു നോർമൽ യൂസറിന് ഇത് കുഴപ്പമൊന്നിട്ടാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി ബാക്കപ്പ്, ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പാണ്. ബാറ്ററി ബാക്കപ്പ് ഒരു പേപ്പേഴ്സിൽ പറയുന്നത് 4000 സംതിങ് ആണ് ഇത് വന്നേക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഹാർഡ്ലി യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കഷ്ടിച്ചൊരു ദിവസം നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ ബിൽഡ് ക്വാളിറ്റി ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എഡ്ജ് 50 നിയോ എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എഡ്ജ് 50 നിയോ എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മോട്ടോൻ്റെ ഡിവൈസ് എടുക്കാൻ പോകുന്നവർക്ക് ജനറലി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോയുടെ സോഫ്റ്റ്വെയർ ക്ലീനാണ്. അങ്ങനെ ചുമ്മാ ബ്ലോട്ട്വെയർ കാര്യങ്ങളൊന്നും ഈ പ്രൈസ് റേഞ്ചിൽ അവർ കൊടുക്കുന്ന ഡിവൈസുകളിലില്ല. പക്ഷേ ടൈംലി ആയിട്ടൊന്നും അപ്ഡേറ്റ്സ് ഒന്നും വരുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ എക്സ്പീരിയൻസ് ഒക്കെയാണ് ചിലയിടത്തൊക്കെ നല്ല ശോകമാണ്. അവരുടെ സർവീസ് സെൻറ്റർ എക്സ്പീരിയൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് അങ്ങനെ കുറേ വീഡിയോസ് കാണാം. അതുപോലെ എനിക്കും പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സർവീസ് സെൻറ്ററിൽ അവരുടെ പരിപാടികൾ ഇച്ചിരി ശോകമാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ വിവോന്റെ T3 Pro ആണ്. അപ്പോൾ വിവോന്റെ തന്നെ വേറെ ബ്രാൻഡായിട്ടുള്ള IQ ഇതേ സെയിം ഡിവൈസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് IQ Z9S Pro എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ്, അതും T3 Proയും രണ്ടും ഒരേ ഫോൺ തന്നെയാണ്. രണ്ട് ബ്രാൻഡിങ് നെയിമിലായിട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊസസ്സർ ഇതിലാണ് ഇരിക്കുന്നത്. അതായത് 7 Gen 3 ആണ്, സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 3. പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് UFS 2.2 അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കപ്പിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു ശോകം പരിപാടിയാണ്. പിന്നെ ക്യാമറ സ്പെക്ക് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലതാണ്. നല്ല പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വിവോൻ്റെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര ഐ പ്ലീസിങ് ആയിട്ടുള്ളൊരു കളേഴ്സാണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് വൺ ഡേ ഈസി ആയിട്ട് കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ ഫൺ ടച്ച് OSനോട് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു ഇൻ്റർഫേസ് ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്, നല്ല ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ ഒരു ഓക്കെ ഒരു ഡിവൈസ് ആണിത്. നിങ്ങൾക്ക് പറഞ്ഞ പോലെ വിവോൻ്റെ ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ T3 Pro ഈ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റി നല്ലതാണ്. ഓക്കെ, അടുത്തതപ്പോൾ നത്തിങ്ങിൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള നത്തിങ് ഫോൺ 3A ആണ്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പേപ്പേഴ്സ് അതായത് സ്പെസിഫിക്കേഷൻസ് കണ്ടിട്ട് പറയുന്നതാണ്. പേഴ്സണലി യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല ഈ ഡിവൈസ്. നമുക്ക് ബാങ്ക് ഓഫർ വെച്ചിട്ട് ഇതൊരു 25 അണ്ടറിൽ നമുക്ക് ഈ ഡിവൈസ് കിട്ടും. സോഫ്റ്റ്വെയർ തന്നെയാണ് നത്തിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. മിഡ് റേഞ്ച്, അതായത് ഈ ഒരു 25 താഴത്തേക്ക് നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ വരുന്ന സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും. അതുപോലെ ഇതിൻ്റെ അകത്ത് 0 ബ്ലോട്ട്വെയർസ് ആണ്, അപ്ഡേറ്റ്സ് ടൈംലി ആയിട്ട് കിട്ടും. പിന്നെ ഇവരുടെ ഡിസൈൻ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നല്ല ഡിസൈൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. അത് തന്നെ വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കിതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഔട്ട്പുട്ട്സ് കണ്ടിട്ട്, അതായത് ഓൺലൈനായിട്ട് ഔട്ട്പുട്ട്സ് കണ്ടിട്ട് ഇത് അത്ര പ്ലീസിങ് ആയിട്ടും തോന്നിയില്ല. ഈ ഒരു പ്രശ്നം മാറ്റി നിർത്തിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളെല്ലാം ഓക്കെയാണ്. കാരണം 7S Gen 3 ഈ പ്രൈസ് റേഞ്ചിൽ ഒരു നോർമൽ യൂസർക്ക് പറ്റിയ ബെസ്റ്റ് പ്രോസസർ തന്നെയാണ്, ഡീസൻ്റ് ആണ്. പിന്നെ UFS 2.2 ആണ് വെച്ചേക്കുന്നത്. അത് ഒരു ശോകം പരിപാടിയാണ്, പക്ഷേ പെർഫോമൻസിൽ അത് ബാധിക്കുന്നില്ല. അത് നത്തിങ് അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പരിപാടിയൊക്കെ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ 3A പൊക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് OnePlusൻ്റെ Note CE4 ആണ്. കുറേ നാളായിട്ട് ഈ ഡിവൈസ് ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു തൃക്കാവി ഡിസൈനാണ്. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു 25,000 കിട്ടുന്ന ഒരു ഡിവൈസിൻ്റെ ഡിസൈനേ അല്ല. ഒരു 15-13 റേഞ്ചിൽ വരുന്ന ഡിവൈസുകൾക്കുള്ള പോലത്തെ ഡിസൈനാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഇതിന് പെർഫോമൻസ് ആണ്. പ്രോസസ്സർ അടിപൊളിയാണ്. അതുപോലെ തന്നെ UFS 3.1 ആണ് കപ്പിൾ ചെയ്തേക്കുന്നത്.
ക്യാമറ ഒരു തരക്കേടില്ലാത്ത ഈ വൺ പ്ലസിൻ്റെ ടിപ്പിക്കൽ പരിപാടിയാണ്. ഇതൊരു പെർഫോമൻസ് സെൻട്രിക് ഡിവൈസാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും തോന്നിയില്ല. ബാക്കി സോഫ്റ്റ്വെയർ എല്ലാം ഡീസൻ്റ് ആണ്. ബാക്കി എല്ലാ സംഭവം എനിക്കൊരു ഡീസൻറ്റ് ഫീലായിട്ട് തോന്നിയത്. നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഈ പച്ച വരെ വീഴുന്നത് വൺ പ്ലസിൻ്റെ അകത്ത് ഒരു കുറച്ച് റിപ്പോർട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികമായിട്ട് ഈ ഡിവൈസ് കണ്ടിട്ടില്ല. പിന്നെ ഇത് വരുമോ എന്നുള്ളതായിരുന്നു നമുക്കറിയാൻ പാടില്ല. ഇതൊക്കെ അതൊരു സമയം പോലേക്ക് ഇരിക്കും. സോ അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് ലാവയുടെ അഗ്നി 3 ആണ്. ആക്ച്വലി ലാവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഒരു ചാത്തൻ ബ്രാൻഡായിട്ടായിരുന്നു ഓർത്തിരുന്നത്. അൺടിൽ ഐ യൂസ്ഡ് അഗ്നി 2 യൂസ് ചെയ്തപ്പോഴത്തേക്കുമാണ് ഇവരുടെ ഒരു ക്വാളിറ്റി, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ലാവ അല്ല ലാവ എന്ന് മനസ്സിലായത്. അപ്പം നിങ്ങളും ഈ ഒരു ചിന്താഗതിയിലായിരിക്കും ഇരിക്കുന്നത് എന്നെ പോലെ തന്നെ. കാരണം കഥ അങ്ങനെയാണ്, അവരങ്ങനെ ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ലാവ ഒരു തരക്കേടില്ലാത്തൊരു ബ്രാൻഡാണ് ഇപ്പോൾ. കാരണം അഗ്നി 3 നമുക്കൊരു കൺസിഡർ ചെയ്യാം, ഈ ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഡിവൈസാണ്. ഡയമൻസിറ്റി 7300X ഈ വില കിട്ടുന്ന അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്രോസർ തന്നെയാണ്. അങ്ങനെ വലിയ കുഴപ്പങ്ങളായിട്ട് തോന്നിയിട്ടില്ല. ഇവരുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെ വെറുതെ ഈ ടൈപ്പ് ബ്രാൻഡ്സൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇതുപോലെ കുറേ വള്ളിക്കെട്ട് പിടിച്ച് വെക്കും. അങ്ങനത്തെ വള്ളിക്കെട്ടൊന്നുമില്ല. പക്ഷേ അപ്ഡേറ്റ് പാച്ചസ് ഇതൊന്നും സമയത്ത് കിട്ടില്ല. നല്ല ഡിലേ ആയിട്ടാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. സ്റ്റട്ടേഴ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂസ് ചെയ്യാനൊക്കെ നല്ല സ്മൂത്താണ് ഇവരുടെ സോഫ്റ്റ്വെയർ. കാരണം ഇങ്ങനൊരു ബ്രാൻഡ് ഇത്രയും നല്ലൊരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുന്നത് തന്നെ അതിശയമായിപ്പോയി. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലൊരു സെക്കൻഡറി ഒരു ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഒരു AMOLED-ൻ്റെ ഒരു ഡിസ്പ്ലേ. അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് സെൽഫിയൊക്കെ ബാക്ക് ക്യാം വെച്ച് തന്നെ സെൽഫിയൊക്കെ എടുക്കുക. അതുപോലെ ബാക്ക് ക്യാം നമുക്ക് വ്ളോഗ് ചെയ്യാനും പിന്നെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഈ സെക്കൻഡറി ഡിസ്പ്ലേ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, വെറുതെ ക്യാമറ ബട്ടൺ പോലുള്ള പരിപാടികളല്ല. അത് അത്യാവശ്യം നമുക്ക് ഉപയോഗപ്രദമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ അടിപൊളി ഡിസ്പ്ലേ ആണ്, ഒന്നും പറയാനിട്ടില്ല. പിന്നെ UFS 3.1 അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ക്യാമാണ് കൊള്ളൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും മോശം ഔട്ട്പുട്ട് വരുന്നത് അഗ്നി 3 ആണ്. ഒരു 10,000-15,000 രൂപയ്ക്ക് വരുന്ന ഡിവൈസിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഔട്ട്പുട്ടാണ് ഇതിന് കിട്ടുന്നത്. ആ ഒരു പോരായ്മ മാത്രം എനിക്കത് തോന്നിയുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു അടിപൊളിയാണ്. പലർക്കും ലാവ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരു വിശ്വാസം ഇല്ല എന്നറിയാമെന്നാലും എന്നാലും പറയുവാണ്. കാരണം ഇവർ ഡോർ സ്റ്റെപ്പ് വീട്ടിൽ വന്നിട്ട് ഫോൺ ശരിയാക്കുമല്ല, പുതിയ ഫോൺ തന്നേക്കുവാണ്. ഇഷ്യൂ ഉണ്ടെന്നുണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡിവൈസ് നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരും. അത് മറ്റൊരു ബ്രാൻഡും അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ചെയ്യുന്നില്ല. അത് അവരവരുടെ ഒരു ഡിവൈസിലുള്ളൊരു എന്താ പറയുക കോൺഫിഡൻസ് തന്നെയാണത്. പിന്നെ ഈ പറഞ്ഞ നല്ല സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, അപ്ഡേറ്റ്സ് സമയത്ത് കിട്ടില്ല, പക്ഷേ സോഫ്റ്റ്വെയർ നല്ലതാണ്. വെറുതെ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട്വെയറും മറ്റേ ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സ് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സോ അപ്പോൾ ഇത്രയാണ് എൻ്റെ സജഷൻ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ എടുത്ത് വായിക്കണം എന്നുള്ളൊരു താല്പര്യം എനിക്കില്ല. കാരണം സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചേക്കുന്ന പോലെ നമുക്ക് റിയൽ ടൈമിൽ കിട്ടണമെന്നില്ല. പിന്നെ ഇത്രയും പറഞ്ഞ ഡിവൈസ് എല്ലാം ഈ ബഡ്ജറ്റിൽ വരുന്ന നോർമൽ യൂസറിനുള്ള ഡിവൈസുകളാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് വാങ്ങുക. കാരണം ക്യാമറയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമിൻ്റെ 13 Pro Plus, അതുപോലെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ഇതൊക്കെ നോക്കാം. അതുപോലെ പെർഫോമൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമിൻ്റെ P3 Pro, OnePlus Nord CE4 ഇതൊക്കെ നോക്കാവുന്നതാണ്. ഇതല്ല നല്ല സോഫ്റ്റ്വെയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നത്തിങ്ങും ഈ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിൽ റിയൽമിൻ്റെ തന്നെ P3 Pro, പിന്നെ എഡ്ജ് 50 Neo ഇതൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ ഡിസൈനും പിന്നെ ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടുള്ളതൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ അഗ്നി 3, അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ ഫോൺ 3A ഇതൊക്കെ നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി, റിപ്ലൈ ഉറപ്പായിട്ടും തരും.